ഹലോ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ കറിയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ തുടങ്ങിയാലോ? ആദ്യമായിട്ട് കോളിഫ്ലവർ നന്നായി പുഴുവൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ചെറിയ ഇതളുകളാക്കി അടർത്തിയെടുത്ത് തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു മുക്കാൽ വേവിൽ വേവിക്കുക. അതിനുശേഷം ചീനച്ചട്ടിയോ ഒരു പാനോ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 2 സവാള അരിഞ്ഞത് ചേർക്കുക. നല്ലോണം വഴറ്റണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. നമുക്ക് കോളിഫ്ലവർ വെച്ച് ഒരുപാട് നല്ല റെസിപ്പികളൊക്കെ ഉണ്ടാക്കാം. കോളിഫ്ലവർ വെച്ച് ഉണ്ടാക്കുന്ന പക്കുവടയും സോസും നല്ല ടേസ്റ്റാണ്. നമ്മൾ മേളയ്ക്കൊക്കെ പോകുമ്പോൾ ഈ പക്കുവട ധാരാളം നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ, കാണാറുമുണ്ട്. ചിലരൊക്കെ കോളിഫ്ലവർ ധാരാളം നട്ടു വളർത്താറുണ്ട്. തണുപ്പുള്ള സ്ഥലത്താണ് ഇവ ധാരാളമായി ഉണ്ടാകുന്നത്. ഹിന്ദിയിൽ ഇതിനെ ഫുൽഗോബി എന്നാണ് പറയുന്നത്. മോൾക്ക് കോളിഫ്ലവർ ഇഷ്ടമായതുകൊണ്ട് കടയിൽ പോകുമ്പോഴൊക്കെ ഞാനിത് വാങ്ങാറുണ്ട്. അതിനുശേഷം നല്ല പഴുത്ത തക്കാളി ചേർക്കുക. തക്കാളി നല്ല വെന്തുടഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള മസാലകൾ നമുക്ക് ചേർക്കേണ്ടത്. അതുപോലെ ഉത്സവപ്പറമ്പുകളിലും മറ്റും ധാരാളം നാവിൽ കൊതിയൂറുന്ന പലതരം പലഹാരങ്ങൾ നമ്മൾ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും വാങ്ങാറില്ല കേട്ടോ, കഴിക്കാറുമില്ല. തക്കാളി നല്ല വെന്തുടഞ്ഞതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും ചേർത്ത് നല്ലോണം മൂപ്പിച്ച് പച്ചമണം മാറ്റിയെടുക്കണം. പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ, എൻ്റെ ഈ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ കുറേ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം തന്നെ അത് കാണണം കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ മീഷോയിൽ നിന്നും കുറച്ച് മാലയും കമ്മലുമൊക്കെ വാങ്ങി കേട്ടോ. ഒരുമിച്ചല്ല, പലപ്പോഴായി വാങ്ങിയതാണ്. ഇപ്പോൾ മീഷോയിൽ നിന്നും എന്ത് സാധനം ഓർഡർ ചെയ്താലും പലപ്പോഴും വരാറില്ല, ക്യാൻസലായി പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുണ്ടോ? എങ്കിലൊന്ന് കമൻറ്റ് ഇടണേ, എന്നാലേ അറിയാൻ പറ്റുന്നുള്ളൂ. സാധനം ഒന്നും വരാറില്ല, പാതി വഴിയിൽ അത് ക്യാൻസലായി പോകുന്നു. എന്താണെന്നറിയില്ല. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുഴപ്പമില്ല, മീഷോയിൽ മാത്രമാണ് അങ്ങനെ പറ്റുന്നത്. ഇനി വേവിച്ച് വച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. മസാലക്കൂട്ട് കോളിഫ്ലവറിൽ പൊതിഞ്ഞ് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഒരല്പം രുചി കുറഞ്ഞു പോയാലും വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ തന്നെയാണ് നല്ലത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡിനോടാണ് താല്പര്യം അല്ലേ. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊരു ശീലമാക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല തിളച്ച വെള്ളം ചേർക്കുക. പച്ചവെള്ളം ചേർക്കരുത്, കറിക്ക് ടേസ്റ്റ് മാറും. എപ്പോഴും കറികൾ പാചകം ചെയ്യുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ജോലികൾ പെട്ടെന്ന് തീർക്കാനും ഇത് സഹായിക്കും. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കണം. കോളിഫ്ലവർ ഉടഞ്ഞു പോകാതെ നോക്കുകയും വേണം. ലാസ്റ്റ് മല്ലിയില ഇടുക, കുറച്ച് അധികം മല്ലിയില ഇടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ലൈക്കും. ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചോ? ഇല്ലല്ലോ.